ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ കുമ്പളം മുതൽ ബന്ദിയോട് വരെയുള്ള ദേശീയ പാത വർക്കിൻ്റെ പുതിയൊരു വീഡിയോ അപ്ഡേഷനായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത ബെലൈക്കൺ കൂടി ഇനബിൾ ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തിരിക്കുക. നിങ്ങൾ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊന്ന് കമൻറ്റായി രേഖപ്പെടുത്തുക. ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവരാണൊന്ന് ഫോളോ ചെയ്ത് വീഡിയോ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരിക. കഴിഞ്ഞ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്ന ഭാഗം മൊഗ്രാൽ പുത്തൂർ ഭാഗം, പിന്നെ മൊഗ്രാൽ ഭാഗം അവിടെ അണ്ടർപാസിൻ്റെയും പിന്നെ ബ്രിഡ്ജിൻ്റെ അപ്രോച്ച് റോഡിൻ്റെയും വർക്കുകൾ ഇന്നെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ വീഡിയോ 18-ാം തീയതി എടുത്ത വീഡിയോ ആയിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് 23-ാം തീയതിയാണ്. അപ്പം ആ ദിവസവും ഇന്നത്തെ ദിവസമുള്ള മാറ്റങ്ങൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. ഏകദേശം സർവീസ് റോഡിലേക്ക് വിറ്റ് മിക്സൊക്കെ കമ്പാക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് ഈ ഭാഗത്ത് വലതുവശത്ത് മൊഗ്രാൽ പുത്തൂർ ഭാഗത്തെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഈ ഭാഗത്ത് ഏകദേശം മണ്ണിട്ട് ഉയർത്തി അവസാന ഘട്ടത്തിലെത്തിക്കൊണ്ട് വരുന്നുണ്ട്. പിന്നെ ബാക്കി ഈ ഭാഗങ്ങളിലും മണ്ണ് ലെവൽ ചെയ്യുന്ന പ്രവൃത്തികൾ ഈ ഭാഗത്ത് നടക്കുന്നുണ്ട്. ബാക്കി ഈ ബ്രിഡ്ജിൻ്റെത് അറിയില്ല. അപ്പം ബ്രിഡ്ജ് പൊളിച്ച് മാറ്റുന്നു അറിയുന്നവർ കമൻറ്റ് ചെയ്യുക. ചിലർ പൊളിച്ചു മാറ്റുന്നു എന്നാണ് പറഞ്ഞത്. എന്നാലും നോക്കാം ഇത് പഴയ ബ്രിഡ്ജ് പൊളിക്കുന്ന ഇല്ല എന്ന്. കൂടുതൽ അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ഇവിടുന്ന് നമ്മുടെ മൊഗ്രാൽ ഭാഗത്ത് പാലം കഴിഞ്ഞ് മൊഗ്രാൽ പുത്തൂർ പാലം കഴിഞ്ഞുള്ള ഭാഗത്തും മണ്ണിട്ട് ഉയർത്തുന്ന വർക്കുകൾ അതിവേഗത്തിലാണ് ആ ഭാഗങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ ഭാഗത്ത് മൊഗ്രാൽ പുത്തൂർ വർക്ക് കഴിഞ്ഞാൽ ഏകദേശം വർക്കുകൾ അവസാന ഘട്ടത്തിലെത്തും. പിന്നെ കുമ്പള അണ്ടർപാസിലേക്കുള്ള അപ്രോച്ച് റോഡിൻ്റെ വർക്ക്, അങ്ങനെയുള്ള വർക്കുകളാണ് ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നല്ല വേഗത്തിലാണ് ഈ ഭാഗങ്ങളിലൊക്കെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇപ്പം മൊഗ്രാൽ ഭാഗത്തെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവസാന ഘട്ടത്തിൽ എത്തിക്കൊണ്ട് വരുന്നുണ്ട്. മണ്ണിട്ട് ഉയർത്തുന്ന വർക്കുകൾ അവസാന ഘട്ടത്തിലാണ് ഈ ഭാഗങ്ങളിലൊക്കെ. മണ്ണിട്ട് ഉയർത്തി കഴിഞ്ഞ ഭാഗങ്ങളിൽ വെറ്റ് മിക്സ് കമ്പാക്ട് ചെയ്യുന്നതും ഫ്രിക്ഷൻ സ്ലാബ് സെറ്റ് ചെയ്യുന്നതുമായ പ്രവൃത്തികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കാണാം നല്ല വേഗത്തിലാണ് ഈ ഭാഗത്തൊക്കെ ഈ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അഞ്ച് ദിവസത്തിന് ശേഷമുള്ള നല്ല മാറ്റങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മൊഗ്രാൽ ജംഗ്ഷനിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഭാഗത്ത് അണ്ടർപാസിലേക്കുള്ള അപ്രോച്ച് റോഡിൻ്റെ വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഫ്രിക്ഷൻ സ്ലാബ് സെറ്റ് ചെയ്തതും വെറ്റ് മിക്സ് കമ്പാക്ട് ചെയ്യുന്നതുമായ പ്രവൃത്തികളാണ് ഈ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇവിടെ നേരത്തെ ഒരു പെൻഡിങ്ങിലായ വർക്കും ഇപ്പോൾ അതിവേഗത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സർവീസ് റോഡിലേക്ക് ഇപ്പോൾ എമൽഷന് കോട്ടിംഗ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. സർവീസ് റോഡിൻ്റെ ടാറിംഗ് പ്രവൃത്തികൾ കഴിഞ്ഞാൽ അതുവഴി വാഹനങ്ങൾ കടത്തിവിട്ട് മെയിൻ റോഡിൻ്റെ വർക്കുകൾ ആരംഭിക്കുന്നതായിരിക്കും. ഇപ്പോൾ തന്നെ നിലവിൽ ഭാഗത്ത് കുറച്ച് ബാക്കിയുള്ള റീറ്റൻ വാളിൻ്റെ നിർമ്മാണം നടന്നു കഴിഞ്ഞിരിക്കുകയാണ്. പിന്നെ അതിനുശേഷം ഇനിയിപ്പം മണ്ണ് ഫില്ല് ചെയ്യുന്നതും പിന്നെ റീറ്റൻ വാൾ നിർമ്മാണം ബാക്കിയുണ്ട്. അതും കഴിഞ്ഞാൽ പിന്നെ ആ ഭാഗത്തെ ടാറിംഗ് വർക്കുകൾ കഴിയും. ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാം എമൽഷന് കോട്ടിംഗ് പ്രവൃത്തികൾ നടന്നു കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ അടുത്ത് തന്നെ 1-2 ദിവസത്തിനുള്ളിൽ ടാറിംഗ് പ്രവൃത്തികൾ നടക്കും ആ ഭാഗത്ത്. ഇപ്പം കുമ്പള അപ്രോച്ച് റോഡിൻ്റെ വർക്കുകളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുമ്പള അണ്ടർപാസിലേക്കുള്ള അപ്രോച്ച് റോഡിൻ്റെ വർക്കും മണ്ണിട്ട് ഉയർത്തുന്ന വർക്കും ഇപ്പോൾ നിലവിൽ അതിവേഗത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കാണാം ഈയുടെ ഒരു വേറെന്തോ ആവശ്യത്തിന് വേണ്ടി ഒരു തോട് പോലത്തെ കുഴിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നേരത്തെ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ നിലവിൽ അവിടെ ഒരു വർക്ക് നടക്കുന്നുണ്ട്. എനിക്കത് തോന്നുന്നത് കേബിള് കടത്തിവിടാനുള്ള കുഴിയായിരിക്കുമെന്നാണ് കരുതുന്നത്.
നിലവിൽ റോഡ് വർക്ക് കഴിഞ്ഞാൽ ഇപ്പോൾ കാസർഗോഡ് ഭാഗത്ത് നിന്ന് വരുന്ന ബസ്സുകൾ കുമ്പള ബസ് സ്റ്റാൻഡിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി ഈ അണ്ടർപാസിൻ്റെ അകത്തുകൂടി ഈ വലതുവശത്തെ സർവീസ് റോഡിലേക്ക് എൻട്രി ആവുകയും പിന്നീട് അവിടെ നിന്നാണ് ബസ് സ്റ്റാൻഡിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ബസ് സ്റ്റാൻഡിൽ നിന്നും വരുന്ന മംഗലാപുരം ഭാഗത്തേക്കോ മറ്റു പോകുന്ന വാഹനങ്ങൾ തിരിച്ച് ഇതുവഴി വന്ന് ചിലപ്പോൾ കാസർഗോഡ് ഭാഗത്തേക്ക് വരുന്ന ബസ്സുകളാണെങ്കിലും ഈ ഭാഗത്ത് വന്ന് അണ്ടർപാസിൻ്റെ ഇവിടുന്ന് ഈ സർവീസ് റോഡിലൂടെ ബസ് സ്റ്റാൻഡിലേക്കാണ് പ്രവേശിക്കേണ്ടത്. അപ്പോൾ നിലവിൽ ഒരു ബസ് വരുമ്പോൾ അവിടുത്തെ ഒരു സ്ഥലം കാണാം, വളരെ കൺജസ്റ്റഡ് ആയിരിക്കും അവിടുത്തെ സ്ഥലം. നിങ്ങൾക്ക് കാണാം, ഒരു ബസ് വരുമ്പോൾ തന്നെ ഏകദേശം വഴികൾ ഏകദേശം ഫുള്ള് ആയ രീതിയിലാണ് കാണുന്നത്. നിങ്ങൾക്ക് കാണാം 2 ബസ്സുകൾ നിലവിൽ അവിടുന്ന് വന്ന്. അപ്പം ഈ ടേണിങ് ചെയ്യണമല്ലോ. ഇപ്പോൾ സർവീസ് റോഡിലേക്ക് പ്രവേശിക്കണമെങ്കിൽ അണ്ടർപാസിൻ്റെ അടിയിൽ നിന്ന് ഈ സർവീസ് റോഡിൽ പ്രവേശിക്കുമ്പോൾ തന്നെ കുറച്ച് സ്ഥലം ആവശ്യമായിരിക്കും. അങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങൾ ഭാവിയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പം അതിന് അനുസരിച്ച് ഇടുന്ന സ്ഥലം കുറച്ചും കൂടി അക്വയർ ചെയ്തിട്ടായിരിക്കണം ഇനിയിപ്പോൾ ആ ഭാഗത്ത് സർവീസ് റോഡ് നിർമ്മിക്കേണ്ടത്. അല്ലെങ്കിൽ ഇവിടെ വളരെ ഏറെ എനിക്ക് തോന്നുന്നു കൺജസ്റ്റഡ് ആയിരിക്കും തോന്നുന്നു ഭാവിയിൽ. ഇപ്പം സാധാരണയായിട്ട് നിലവിൽ ഇപ്പം മെയിൻ റോഡിലേക്ക് മെയിൻ റോഡിൽ ഡിവൈഡർ വന്നാൽ ഈ സർവീസ് റോഡ് വഴി ഇതുവഴി കയറാൻ പറ്റാത്ത അവസ്ഥയാണ് ഉണ്ടാവുക. അപ്പോൾ അണ്ടർപാസ് വഴി അകത്ത് വരുമ്പോഴാണ് ഇങ്ങനെ കൺജസ്റ്റഡ് ആവുന്നത്. മംഗലാപുരത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് അത്ര വലിയ പ്രശ്നം വരില്ല എന്ന് തോന്നുന്നത്. പിന്നെ അങ്ങനെയാണ് ഇപ്പോൾ കുമ്പള ടൗണിലത്തെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുമ്പള പാലത്തിൻ്റെയും വർക്കുകൾ അവസാന ഘട്ടത്തിൽ എത്തിക്കൊണ്ട് വരുന്നുണ്ട്. നിലവിൽ കുമ്പള പാലത്തിൻ്റെ അപ്രോച്ച് സ്ലാബിൻ്റെയും ക്രാഷ് ബാരിയറിൻ്റെയും വർക്കുകളാണ് ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ഈ പാലത്തിൽ നിർമ്മിച്ച നടപ്പാതയുടെ കൈവരികളുടെയും നിർമ്മാണം നിലവിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ ജോയിൻ്റ് സ്പാനിൻ്റെയും വർക്കുകളും ഈ ഭാഗത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മറുവശത്തും അതേ വർക്ക് തന്നെയാണ്. അപ്രോച്ച് സ്ലാബിൻ്റെ വർക്ക് മണ്ണിട്ട് ലെവൽ ചെയ്യുന്നതുമായ വർക്കുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആരിക്കാടി അണ്ടർപാസിലേക്കുള്ള അപ്രോച്ച് റോഡിൻ്റെ വർക്ക് ഒരു വശത്ത് ടാറിംഗ് പ്രവൃത്തികൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. മറുവശത്ത് എമൽഷൻ കോട്ടിങ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അടുത്ത തന്നെ ആ ഭാഗത്ത് ടാറിംഗ് പ്രവൃത്തികൾ നടക്കും.
ഷെറിയ പാലത്തിലേക്കുള്ള അപ്രോച്ച് റോഡിൻ്റെ മണ്ണിട്ട് ഉയർത്തുന്ന വർക്കുകളും ഏകദേശം അവസാന ഘട്ടത്തിലാണ്. ഇപ്പോൾ നിലവിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ ഭാഗത്ത് ഏകദേശം മണ്ണ് ലെവൽ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിന് മുകളിൽ വെറ്റ് മിക്സ് ഒക്കെ അപ്ലൈ ചെയ്യാൻ ബാക്കിയുണ്ട്. അതേപോലെ തന്നെ ഷെറിയ പാലം കഴിഞ്ഞുള്ള ഈ ഭാഗത്ത് അണ്ടർപാസിന് വേണ്ടിയുള്ള ഒരു സമരമൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അപ്പോൾ സമരപ്പന്തലൊന്നും കാണാൻ സാധിക്കുന്നില്ല. നിലവിൽ ബാക്കിയുള്ള റീറ്റേൺ വാളിൻ്റെ നിർമ്മാണത്തിൻ്റെ ഫൗണ്ടേഷൻ പ്രവർത്തികളാണ് ഇപ്പോൾ ഈ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. കാണാൻ സാധിക്കും. ഞാൻ വിചാരിച്ച് ഈ അണ്ടർപാസ് അപ്രൂവൽ ആയി എന്നാണ് കരുതിയത്. പക്ഷേ ഇവിടുന്ന് അന്വേഷിക്കുമ്പോൾ അവർ പറഞ്ഞ് അണ്ടർപാസ് അപ്രൂവൽ ആയിട്ടില്ല. നിലവിൽ ബാക്കിയുള്ള റീറ്റേൺ വാളിൻ്റെ നിർമ്മാണമാണ്, അതിൻ്റെ ഫൗണ്ടേഷൻ നിർമ്മാണമാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ബ്രിഡ്ജിൻ്റെ അടിയിൽ ഇതുവഴി പോകാനുള്ള നല്ല വഴിയുണ്ട്. ഇപ്പം പഴയ ബ്രിഡ്ജിൻ്റെ അടിയിൽ കൂടി ഒരു വഴിയാക്കിയാൽ ഈ ഭാഗത്ത് ഒരു അണ്ടർപാസിൻ്റെ ആവശ്യം വരുന്നില്ല. പന്തിയോട് മുട്ടം ഭാഗത്തെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സുഹൃത്തുക്കളെ. ഈ ഭാഗത്ത് ഇപ്പോൾ മാർക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. നിലവിൽ 6 വരി പാതയുടെയും ടാറിംഗ് പ്രവൃത്തികൾ കഴിഞ്ഞിട്ടുണ്ട്. ഇടതുവശത്തെ സർവീസ് റോഡിൻ്റെ ടാറിംഗ് പ്രവൃത്തികളാണ് ഇനി നടക്കാൻ ബാക്കിയുള്ളത്. കാണാം, എമൽഷൻ അപ്ലൈ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇപ്പം അടുത്ത് തന്നെ ആ ഭാഗത്ത് ടാറിംഗ് പ്രവൃത്തികൾ നടക്കും. പിന്നെ ഇത് ഈ ഭാഗം കൂടി കുറച്ച് ഭാഗം മാത്രമാണ് ഇപ്പോൾ ടാറിംഗ് പ്രവൃത്തികൾ നടക്കാനുള്ളത്. ഇപ്പോൾ നടപ്പാതയുടെ, അതായത് ഫുട് ഓവർ ബ്രിഡ്ജിൻ്റെയും നിർമ്മാണം, ഫൗണ്ടേഷൻ പ്രവൃത്തികൾ കഴിഞ്ഞിട്ടുണ്ട്. ബന്ദിയോട് ഓവർപാസിൻ്റെയും നിർമ്മാണം അതിവേഗത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ബന്ദിയോട് ഓവർപാസിൻ്റെ വർക്കുകൾ നേരത്തെ കഴിഞ്ഞതാണ്. പക്ഷേ നിലവിൽ സോയിൽ നെയിൽ ചെയ്ത ഭാഗത്ത് മണ്ണിടിച്ച് ഉണ്ടായത് കാരണം വീണ്ടും ആ ഭാഗത്ത് കോൺക്രീറ്റ് വാളിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഭാഗത്തെ സർവീസ് റോഡ് നേരത്തെ ക്ലോസ് ചെയ്തതായിരുന്നു. ഇപ്പോൾ മംഗലാപുരത്ത് നിന്ന് വരുന്ന സർവീസ് ബസ്സുകൾ ഇപ്പോൾ ഈ ഓവർപാസിന് മുകളിലെ ഇടതുവശത്തെ സർവീസ് റോഡിലേക്ക് കയറിയിട്ടാണ് കാസർഗോഡ് ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. കാണാം, ഈ ഭാഗത്ത് നേരത്തെ മണ്ണിൽ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവും, പത്രങ്ങളിലൊക്കെ വാർത്ത വന്നിട്ടുണ്ടായിരുന്നു. നിലവിൽ ഈ കുറഞ്ഞ ഭാഗം ഒരു മഴ പെയ്തതിന് ശേഷമാണ് ഈ ഭാഗത്തെ മണ്ണിടിച്ചിലുണ്ടായത്. ആ ഭാഗത്ത് ഇപ്പോൾ കോൺക്രീറ്റ് വാള് നിർമ്മാണം നടത്തി അതിനകത്ത് മണ്ണ് ഫില്ല് ചെയ്യുന്ന പ്രവൃത്തികൾ നടക്കുന്നുണ്ട്. ബാക്കിയുള്ള ഭാഗം സോയിൽ നെയിലിംഗ് പ്രവൃത്തികൾ നടക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം, ഈ ബാക്കിയുള്ള 3 വരി പാതയുടെ മണ്ണിട്ട് ലെവൽ ചെയ്യുന്ന പ്രവൃത്തികൾ കഴിഞ്ഞിട്ടുണ്ട്. അതിന് മുകളിൽ ഇനി വെറ്റ് മിക്സൊക്കെ കമ്പാക്ട് ചെയ്യാൻ ബാക്കിയുണ്ട്. കാണാൻ സാധിക്കും, നിലവിൽ ഇതവിടെ കാണാം, ആ മണ്ണിടിച്ചിലുണ്ടായ ഭാഗത്ത് കോൺക്രീറ്റ് വാളിൻ്റെ നിർമ്മാണം നടന്നു കഴിഞ്ഞിരിക്കുകയാണ്.
ഇടതുവശത്തെ ഷോർട്ട് ട്രീറ്റിൻ്റെ വർക്കുകൾ കഴിഞ്ഞിരിക്കുകയാണ്, കാണാൻ സാധിക്കും. ഇപ്പോൾ നിലവിൽ ഈ ഭാഗത്ത് ഒരു 3 വരി പാതയിലൂടെയാണ് ഇരുവശങ്ങളിലേക്കും വാഹനങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. കുക്കാർ പാലത്തിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുക്കാർ പാലത്തിലേക്കുള്ള ഒരു വശത്തുള്ള അപ്രോച്ച് റോഡ് വെറ്റ് മിക്സ് കമ്പാക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. മറുവശത്ത് ഇപ്പോൾ മണ്ണ് ലെവൽ ചെയ്യുന്ന പ്രവർത്തികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സുഹൃത്തുക്കളെ, ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷയൊന്നും, ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തിരിക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊന്നും കമൻറ്റായി രേഖപ്പെടുത്തുക. ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് വീഡിയോ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്തിരിക. ഇനിയും പുതുപുത്തൻ വീഡിയോ അപ്ഡേഷനുമായി വീണ്ടും വരുന്നതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം. ടേക്ക് കെയർ, ബൈ ബൈ.